നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. ചുമ എല്ലാവരും സർവ്വസാധാരണമായ ഒരു അസുഖമായിട്ടാണ് കാണാറ്. എന്നാൽ കേരളത്തിൽ വൈറസ് ബാധ കാരണമുള്ള മാറാത്ത ചുമ വ്യാപകമാകുകയാണ്. ബാക്ടീരിയ മൂലമുണ്ടാകുന്ന വില്ലൻ ചുമയെ പോലെ 100 ദിന ചുമ എന്നാണ് ഇപ്പോൾ ഇതിനെ വിളിക്കുന്ന പേര്. കിടത്തി ചികിത്സ വേണ്ടി വരുന്നില്ലെങ്കിലും ദൈനംദിന ജീവിതത്തെ ഇത് വല്ലാതെ ബാധിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അനിയന്ത്രിതമായിട്ടുള്ള ചുമ പ്രായമായവരിൽ, പ്രത്യേകിച്ച് സ്ത്രീകളിൽ അറിയാതെ മൂത്രം പോകാൻ ഇടയാക്കുന്നു. പലരും ഇതിനും ചികിത്സ തേടി എത്തുന്നുമുണ്ട്. ചുമ കാരണം നെഞ്ചിൻ കൂടിൽ വേദന അനുഭവിക്കുന്നവരുമുണ്ട്. ചുമച്ച് തലകറക്കം വരുന്നവരുമുണ്ട്. ചെറിയ പനിയും ജലദോഷവുമായിട്ടാണ് രോഗം തുടങ്ങുക. പനി മാറിയാലും പലരിലും ചുമയും ശ്വാസം മുട്ടലും വലിവും മാറാതെ നിൽക്കുകയാണ്. ആസ്മയുള്ളവരിലാകട്ടെ സ്ഥിതി വളരെ വഷളാകുന്നു. മറ്റു ചിലരിൽ ആസ്മയ്ക്ക് സമാനമായ ലക്ഷണങ്ങളും ഉണ്ടാകുന്നു. വിവിധ തരം ഇൻഫ്ലുവൻസ വൈറസ്, പാരാ ഇൻഫ്ലുവൻസ വൈറസ്, റെസ്പിറേറ്ററി സിൻഷ്യസ് വൈറസ്, അഡിനോ വൈറസ് എന്നിവയെല്ലാം രോഗകാരണമാകുന്നു. വൈറസ് ബാധ ശ്വാസനാളികളിലൂടെ നീർക്കെട്ടിനും കഫക്കെട്ടിനും ഇടയാക്കുന്നു. അതുമൂലമുണ്ടാകുന്ന ബ്രോങ്കൈറ്റിസ്, ഫാരിൻജൈറ്റിസ്, ബ്രോങ്കിയാലിറ്റിസ് എന്നിവയൊക്കെ വിട്ടുമാറാത്ത ചുമയ്ക്ക് കാരണമാകാം. പ്രധാനമായും സ്വയം ചികിത്സ വേണ്ട എന്നുള്ളതാണ് ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്. ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ചുമ മരുന്നുകൾ വാങ്ങിക്കഴിക്കരുത്. വൈറസ് രോഗമായതുകൊണ്ട് തന്നെ ആന്റിബയോട്ടിക്കുകൾ ആവശ്യവുമില്ല. പൊടിപടലങ്ങളിൽ നിന്നും മാറി നിൽക്കണം. മാസങ്ങളായിട്ടും ചുമ മാറാത്ത അനവധി രോഗികൾ എത്താറുണ്ട്. പിടിച്ചു നിർത്താൻ കഴിയാത്ത ചുമ ആളുകളെ വല്ലാതെ ബുദ്ധിമുട്ടിലാക്കുന്നു എന്നിവയൊക്കെയാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. വൈറസ് ബാധ ആസ്മ വഷളാക്കുവാനും ആസ്മ ഇല്ലാത്തവരിൽ സമാനമായ ലക്ഷണങ്ങൾ വരുവാനും വഴിയൊരുക്കുന്നു. UK-യിലുടനീളം പടരുന്ന വില്ലൻ ചുമയിൽ മുന്നറിയിപ്പുമായി ആരോഗ്യ വിദഗ്ധർ നേരത്തെ തന്നെ എത്തിയിരുന്നു. ഇപ്പോൾ അത് കേരളത്തിലും സ്ഥാനം പിടിച്ചിരിക്കുന്നു. 100 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ചുമ ശ്വാസകോശത്തിൽ ബാക്ടീരിയ അണുബാധ മൂലമാണ് ഉണ്ടാകുന്നത്. ജലദോഷത്തോട് സാമ്യമുള്ള ലക്ഷണങ്ങളോടെയായിരിക്കും രോഗം തുടങ്ങുക. പിന്നീട് 3 മാസത്തോളം വരെ നീണ്ടു നിൽക്കുന്ന ചുമയായി മാറുന്നു. ബോർഡെറ്റെല്ല പോർട്ടുസിസിസ് ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ശ്വാസകോശത്തിലെയും ശ്വാസനാളത്തിലെയും അണുബാധയായ വില്ലൻ ചുമ ഒരു കാലത്ത് ശിശുക്കളുടെ പ്രധാന കൊലയാളിയായിരുന്നു. 1950കളിൽ അതിനെതിരെ വാക്സിൻ വികസിപ്പിച്ചു. തുടർന്ന് അണുബാധയുടെ എണ്ണം കുറഞ്ഞുവെന്ന് ബ്രിസ്റ്റോൾ യൂണിവേഴ്സിറ്റിയിലെ പീഡിയാട്രിക്സ് പ്രൊഫസറായ ആദം ഫിൻ ദി ഗാർഡിനോട് പറഞ്ഞു. കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല, മുതിർന്ന കുട്ടികൾക്കും മുതിർന്നവർക്കും വില്ലൻ ചുമ വരാം. 100 ദിവസത്തെ ചുമ, ഹെർണിയ, വാരിയലുകൾക്ക് പ്രശ്നം, ചെവിയിൽ അണുബാധ, മൂത്രാശയ അണുബാധ എന്നിവയ്ക്ക് കാരണവുമാകുന്നു. വില്ലൻ ചുമ ബാധിച്ചാൽ ശ്വസിക്കുവാനും ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അലർജി ആൻഡ് ഇൻഫെക്ഷൻസ് ഡിസീസ് പറയുന്നു. തീവ്രമായ ചുമ ഛർദിയിലേക്കും വ്രണത്തിലേക്കും വാരിയലുകൾ പൊട്ടിപ്പോകുവാനും ഇടയാക്കും. ശ്രദ്ധിക്കുക, ചുമ വരുമ്പോൾ സ്വയം ചികിത്സിക്കാതെ പെട്ടെന്ന് തന്നെ ആരോഗ്യ വിദഗ്ധരുമായി ബന്ധപ്പെട്ട് സ്വന്തം ആരോഗ്യത്തെ കാത്തു സൂക്ഷിക്കുക.